നമസ്കാരം, ചാനൽ 5+ലേക്ക് സ്വാഗതം. ഞാൻ നാസർ ദേവ്ലു. ഇന്ന് നമുക്ക് കേരളത്തിലെ അതിമനോഹരമായ ഒരു ഗ്രാമത്തിലേക്ക് പോകാം. മലയാളിയായ ഏതൊരാളും ഒരിക്കലെങ്കിലും പോയി കാണേണ്ട ഇടം. യുനെസ്കോയുടെ പൈതൃക ഗ്രാമ പട്ടികയിൽ ഇടം നേടിയ ഗ്രാമം. കേരളോത്പത്തിയിൽ മലയാള നാട്ടിലെ 32 ബ്രാഹ്മണ ഗ്രാമങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൽ ഒന്നായ ഗ്രാമം കേരളത്തിൽ പുരാതന കാലം മുതൽ നിലവിലുള്ള ഒരു ഗ്രാമം. പത്തനംതിട്ട ജില്ലയിലെ ആറന്മുള. നിങ്ങളിൽ പലരും പോയിട്ടുണ്ടാവും. പക്ഷേ ലോകത്തിലെ അധികമിടങ്ങളിൽ ഒന്നുമില്ലെങ്കിലും ചിലയിടങ്ങളിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും നമ്മുടെ കൊച്ചു കേരളത്തിലുള്ള ഈ ആറന്മുളയിൽ എന്തുകൊണ്ടോ ഞാൻ ഇതുവരെ പോയിരുന്നില്ല. ഇത് കാണാതെ പോയാൽ ജീവിതത്തിൽ അത് വലിയൊരു നഷ്ടമായിരിക്കുമെന്ന് ഇവിടെ എത്തിയപ്പോഴാണ് ഞാൻ അറിയുന്നത്. എൻ്റെ പ്രിയ സുഹൃത്ത് ആറന്മുളക്കാരൻ തന്നെയായ പ്രേംകുമാർ കോയിപ്രത്തിൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഞാൻ ആറന്മുളയിൽ എത്തുന്നത്. അദ്ദേഹത്തിൻ്റെ ക്ഷണം സ്വീകരിച്ചു. ഞാനിവിടെ എത്തിയപ്പോഴാണ് കണ്ട കാഴ്ചകൾ അതിമനോഹരമാണെന്ന് മനസ്സിലാകുന്നത്. എന്ന് മാത്രമല്ല, സാംസ്കാരിക വൈവിധ്യം കൊണ്ടും പൈതൃക സമ്പത്ത് കൊണ്ടും ഒരുപക്ഷേ കേരളത്തിലെ മറ്റൊരു ഗ്രാമത്തിലും കാണാനാവാത്ത കാഴ്ചകളാണ് ആറന്മുള കാണികൾക്ക് മുന്നിൽ ഒരുക്കുന്നത്. പോകാം ആറന്മുളയിലെ ഗ്രാമ്യ ഭംഗിയിലേക്ക്, അതിൻ്റെ പൈതൃക പെരുമയിലേക്ക്. കോഴിക്കോട്ട് നിന്ന് അതിരാവിലെയാണ് പുറപ്പെട്ടത്. ട്രെയിനിൽ വന്നാൽ മതി. ചെങ്ങന്നൂരിലെത്തിയാൽ തൻ്റെ സുഹൃത്തും ആറന്മുള കണ്ണാടിയുടെ ശില്പിയുമായ KP അശോകൻ അവിടെ കാറുമായി വരുമെന്ന് പ്രേം നേരത്തെ അറിയിച്ചിരുന്നു. പറഞ്ഞ പോലെ അശോകൻ റെയിൽവേ സ്റ്റേഷനടുത്ത് കാത്തിരിപ്പുണ്ടായിരുന്നു. ചെങ്ങന്നൂരിൽ നിന്നും നേരെ ആറന്മുളയിലേക്ക് 10 കിലോമീറ്ററാണ് ദൂരം. പത്തനംതിട്ട റോഡിലൂടെയാണ് സഞ്ചാരം. സുഖമായി ആറന്മുളയിലെത്തി. പാർത്ഥസാരഥി ക്ഷേത്രത്തിന് തൊട്ടടുത്ത് തന്നെയുള്ള RK ലോഡ്ജിലായിരുന്നു എനിക്ക് താമസമൊരുക്കിയിരുന്നത്. പ്രേമിന്റെ ബന്ധുവായ രാധാകൃഷ്ണൻ ചേട്ടനാണ് അതിനുടമ. മുൻ പ്രവാസിയായ അദ്ദേഹം സ്നേഹാദരങ്ങളോടെ എന്നെ സ്വീകരിച്ചു. പുണ്യനദിയായ പമ്പയുടെ തീരത്ത് അതിമനോഹരമായൊരു ഗ്രാമം, അതാണ് ആറന്മുള. 14-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ടതെന്ന് കരുതപ്പെടുന്ന തിരുനിഴൽ മാലയിൽ പമ്പാ നദിയുടെ ഇരുകരകളിലുമുള്ള 28 ഗ്രാമങ്ങൾ ചേർന്നതാണ് ആറന്മുള എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആറന്മുളയ്ക്ക് ഈ പേര് കിട്ടിയതിന് പിന്നിൽ പല കഥകളുമുണ്ട്. അതിലേറ്റവും പ്രബലമായത് മാത്രം ഇവിടെ പറയാം. ആറിൻ വിള എന്നീ 2 പദങ്ങളിൽ നിന്നാണ് ആറന്മുള എന്ന പേരുണ്ടായത്. അത് തീർത്തും അന്വർത്ഥവുമാണെന്ന് തോന്നി. പമ്പയാറിന്റെ തീരത്തെ ഇവിടം ഫലഭൂയിഷ്ടമാണ്. എവിടെയും ആറും വിളയും പച്ചപ്പും നിറഞ്ഞ ഭൂമിക. പ്രസിദ്ധമായ പാർത്ഥസാരഥി ക്ഷേത്ര പ്രതിഷ്ഠയോടെ ഇതിനെ നാട്ടുകാർ തിരുവാറിൻ മുള എന്ന് വിളിച്ചു തുടങ്ങി. ഇത് ആറന്മുളയിലെ പ്രസിദ്ധമായ പാർത്ഥസാരഥി ക്ഷേത്രം. ആറന്മുളയുടെ പ്രൗഢിക്കും സമൃദ്ധിക്കും വിശുദ്ധിക്കും പേരിനും പെരുമയ്ക്കുമെല്ലാം കാരണം ഈ ക്ഷേത്രമാണ്. ഈ പുണ്യക്ഷേത്രത്തിന്റെ ഒരു വിഹംഗവീക്ഷണം മാത്രമേ എനിക്ക് ലഭിച്ചുള്ളൂ. എന്തിനധികം, അതുതന്നെ മതി മനസ്സും കണ്ണും കുളിർപ്പിക്കാൻ. ദക്ഷിണ ഭാരതത്തിലെ പ്രധാന വൈഷ്ണവ ക്ഷേത്രങ്ങളിലൊന്നാണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം. കേരളത്തിലെ 11 തിരുപ്പതികളിൽ ഒന്ന്. ദ്വാപരയുഗത്തിൽ പാണ്ഡവരുടെ വനവാസകാലത്ത് അവർ ചെങ്ങന്നൂരും പരിസരത്തുമായി അജ്ഞാതവാസം ആരംഭിക്കുന്നതിന് മുമ്പ് അവർ പൂജിച്ചിരുന്ന 5 വിഷ്ണു വിഗ്രഹങ്ങൾ ഭൃഗു മഹർഷിയുടെ ഉപദേശപ്രകാരം 5 ഇടങ്ങളിലായി സ്ഥാപിച്ചു. യുധിഷ്ഠിരൻ തൃച്ചിത്താട്ടും, ഭീമൻ പുലിയൂരിലും, അർജുനൻ ആറന്മുളയിലും, നകുലൻ തിരുവൻവണ്ടൂരിലും, സഹദേവൻ തൃക്കടിത്താനത്തുമായി 5 മഹാവിഷ്ണു ക്ഷേത്രങ്ങൾ നിർമ്മിച്ചു എന്നാണ് ഐതിഹ്യം. തിരുവിതാംകൂർ മഹാരാജാവ് ശബരിമല അയ്യപ്പന് സമർപ്പിച്ച തങ്കയങ്കി ഈ ക്ഷേത്രത്തിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. മണ്ഡലകാലത്താണ് ഇവ ഇവിടെ നിന്നും ശബരിമലയിലേക്ക് കൊണ്ടുപോകുന്നത്. ആറന്മുള മഹാക്ഷേത്രം വള്ളംകളിക്കും വള്ളസദ്യയ്ക്കും ആറന്മുള കണ്ണാടിക്കും നിലവിളക്കിനുമെല്ലാം പേരുകേട്ടതാണ്. പുലർച്ചെ 4 മുതൽ 11 വരെയും വൈകുന്നേരം 5 മുതൽ 8 വരെയുമാണ് ക്ഷേത്രം ഭക്തജനങ്ങൾക്കായി തുറന്നുകൊടുക്കുന്നത്. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടാണ് വള്ളസദ്യ. കർക്കിടമാസത്തിൽ തുടങ്ങി ചിങ്ങവും കടന്ന് കന്നിമാസം വരെ 72 ദിവസവും മുടങ്ങാതെ നീണ്ടു നിൽക്കുന്നതാണ് ഈ സദ്യ. ഇതിനിടയിൽ ചിങ്ങമാസത്തിലെ തിരുവോണത്തിനും ഉത്രട്ടാതി ദിവസവും മാത്രമാണ് വള്ളസദ്യയ്ക്ക് അവധിയുള്ളത്. ഒരു നേരത്തെ അന്നം കൊടുക്കും, അതിനെയാണ് വള്ളസദ്യ. പിന്നീടാണ് വള്ളസദ്യ, വള്ളത്തിൽ കയറിയ സദ്യ കഴിക്കുന്നതിനെയാണ് വള്ളസദ്യ എന്നുള്ള പേരിലോട്ട് മാറുന്നത്. അത് ആചാര അനുഷ്ഠാനങ്ങളുടെ അകമ്പടിയോടുകൂടി ഒത്തിരി കാര്യങ്ങളുണ്ട്. രാവിലെ പറയിടുന്നത് തൊട്ട് രാവിലെ ഭഗവാന്റെ മുന്നിൽ പറയിട്ട് ഭഗവാൻ അനുവാദം വാങ്ങിച്ച് പള്ളിയോടത്ത് ചാർത്തുള്ള മാലയടക്കം സ്വീകരിച്ച് ഭക്തിയോടെ വഴിപാടുകാരെ കൊണ്ടുവന്ന് വള്ളത്തിലെ കരനാഥന്മാർക്ക് ഏൽപ്പിക്കുകയും അവരത് പള്ളിയോടത്തിൽ ചാർത്തുകയും പള്ളിയോടത്തിൽ ഭഗവാൻ മാല അകമ്പടിയോടുകൂടി വഴിപാടുകാരൻ പഴയ ആചാരം പോലെ തന്നെ ഒരു വെറ്റില പാക്ക് അടക്കുക. അതിന് ഞങ്ങളിവിടെ താമ്പൂലം ഇത് കൊടുക്കുക. ഞങ്ങൾ അത് കൊടുത്ത് സ്വീകരിക്കും.
ശുദ്ധീകരിച്ച് അതുകൊണ്ട് ഇവിടുന്ന് വള്ളക്കാർ തുഴഞ്ഞ് ഭഗവാനെ സ്തുതിച്ച് നമ്മുടെ നാടൻ വേഷത്തിൽ മുണ്ടും തോർത്തുമാണ് നാടൻ വേഷത്തിൽ തുഴഞ്ഞ് അവിടെ അമ്പലപ്പടിക്കിലെത്തുമ്പോൾ അമ്പലപ്പടിക്കാൻ ഞങ്ങളെ താലത്തോടെ അതിഥിയാണ്. ഇവിടെ നമ്മൾ ഒരാൾ ഭഗവാനാണെന്നാണ് വഴിപാടുകാരൻ കാണുന്നത്. കാരണം ഭഗവാൻ സ്വീകരിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ നമ്മളെ ദൈവത്തെ പോലെ കണ്ട് അതിഥി ദേവോ ഭവ എന്നുള്ള കേരളത്തിലെ ഏറ്റവും വലിയൊരു വാക്യത്തെ അവിടെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അകത്തേക്ക് പോയി നമ്മളെ ഭഗവാനെ നമ്മളെങ്ങനെ ട്രീറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇരുന്ന് നമുക്ക് ഭക്ഷണം തരുമ്പോൾ നമ്മൾ പാടി ചോദിക്കും. അതായത് ഭഗവാനല്ലേ അദ്ദേഹം ചോദിക്കുന്നത് എന്ത് പറയുന്നത്, കുബേരന് വേണ്ട സത്യം, കുബേരൻ പണ്ട് സത്യം കൊടുത്തെന്ന് പറയുന്ന പോലത്തെ ഇതാണ്, ഗണപതിക്ക് സത്യം കൊടുത്തെന്ന് പറഞ്ഞ പോലെ എന്ത് ചോദിച്ചാലും കൊടുക്കണം. അവിടെ ചെന്നിരുന്ന് ശ്ലോകങ്ങളായി പാട്ടുകളായി അങ്ങനെ ഓരോ ഇതിലും പാടി ചോദിക്കുന്നു. ഓരോ വിഭവങ്ങൾ കൊണ്ടുതരികയും ആ സദ്യ സ്വീകരിക്കും. അപ്പോൾ ആ സദ്യ സ്വീകരിക്കുന്ന വള്ളക്കാർ സദ്യ ഉണ്ട് തൃപ്തിയായ അനുഗ്രഹിക്കുകയും ചെയ്യും. അപ്പോൾ ഭഗവാൻ അനുഗ്രഹം ഓട്ടോമാറ്റിക്കലി വഴിപാടുകാരന് കിട്ടുകയാണ്. പ്രേംകുമാർ കോയിപ്രത്തിന്റെ കുടുംബം ഒരുക്കിയ വള്ളസദ്യയാണ് ഇത്. ആറന്മുളയിലെ 52 കരക്കാർ പങ്കെടുക്കുന്ന സദ്യയിൽ 62 ഇനം കറികളാണ് വിളമ്പുന്നത്. ആറന്മുള വള്ളസദ്യ ലോകത്തിലെ തന്നെ അനിതര സാധാരണമായൊരു കാഴ്ചയാണ്. അനുഭവിച്ചറിയേണ്ട രുചി വൈവിധ്യവും. ആറന്മുള എന്ന് കേൾക്കുമ്പോൾ അറിയാതെ മനസ്സിലേക്ക് ഓടിയെത്തുന്നതാണ് ആറന്മുള കണ്ണാടി. സ്ഫടികത്തിന് പകരം പ്രത്യേക ലോഹക്കൂട്ടി നിർമ്മിച്ചിരിക്കുന്ന ആറന്മുള കണ്ണാടി ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമേറിയ നിർമ്മാണ വൈവിധ്യത്തിന്റെ ഉത്തമ മാതൃകയാണ്. അതിലെ ശില്പികളിൽ പേരുകേട്ട വ്യക്തിയാണ് പ്രേമിന്റെ സുഹൃത്ത് KP അശോകൻ. ഇത് 500 വർഷങ്ങൾക്ക് മുമ്പുള്ള, അതായത് ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അന്ന് ശ്രീമൂലം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവെന്നാണ് രേഖകൾ പറയുന്നത്. അന്ന് ഈ തിരുവൽക്കാഴ്ചയ്ക്ക് ശേഷം രാജാവ് പ്രീതിപ്പെടുകയും ഇതുമായി വർക്കുമായി ബന്ധപ്പെട്ട വിശ്വകർമ്മകർക്ക് ആറന്മുള ക്ഷേത്രത്തിൻ്റെ തെക്ക് ഭാഗത്തായിട്ട് കുറച്ച് കരൊഴിവായിട്ട് സ്ഥലം പതിച്ചു കൊടുക്കുകയുണ്ടായി. അക്കാലത്ത് കുറേയേറെ വിശ്വകർമ്മരെ താമസിപ്പിക്കാൻ അദ്ദേഹം അനുവദിപ്പിച്ചു. അതുപോലെ നാട്ടിൽ പോകുന്നവരെ അവർ വിലക്കി ഇവിടുത്തെ നിങ്ങൾ കഴിയണമെന്നും ഈ ആറന്മുളയുടെയും രാജ്യത്തിൻ്റെയും ക്ഷേമത്തിലാണ് നിങ്ങളുടെ പരിശ്രമങ്ങളും സഹായങ്ങളും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചെന്നാണ് ചരിത്രം പറയുന്നത്. ആറന്മുള കണ്ണാടി ആറന്മുളയുടെ സ്വന്തം കരകൗശലമാണ്. ആ വാക്ക് അന്വർത്ഥമാക്കുന്ന നിർമ്മാണ ചാതുരി. ഒരു യന്ത്രസഹായവുമില്ല, കരകൗശലം മാത്രം, പരമ്പരാഗത രീതിയിൽ മാത്രമുള്ള നിർമ്മാണം. അതിലൊരു മാറ്റവും വന്നുകൂടാ എന്ന കണിശക്കാരനാണ് ശ്രീകൃഷ്ണ ഹാൻഡിക്രാഫ്റ്റ്സിന്റെ ഉടമ കൂടിയായ KP അശോകൻ. നൂറ്റാണ്ടുകളായിട്ട് സംരക്ഷിച്ചു പോകുന്ന ഈ അമൂല്യ വസ്തുവിനെ ഇല്ലാതാക്കുവാൻ വേണ്ടി ആരുടെ ഭാഗത്തൊരു ശ്രമം ഉണ്ടാകരുത്. കാരണം പഴമകളിലേക്ക് തിരിച്ചു പോകുന്ന കാലഘട്ടമാണ് ഇപ്പോൾ. അപ്പോൾ ഇതിനെ ഉന്മൂലനാശം വരുത്തിയിട്ട് അതിലേക്ക് തിരിച്ചു പോകാൻ കഴിയുകയില്ല. ഇപ്പം പുതുതലമുറ വന്നില്ലെങ്കിൽ പോലും വരാൻ താല്പര്യമുള്ളവരെ കണ്ടെത്തി അവർക്ക് ആവശ്യമായ ട്രെയിനിങ് നൽകി ഈ അമൂല്യ വസ്തുവിനെ സംരക്ഷിച്ച് മുൻപോട്ട് പോകണമെന്നാണ് എനിക്ക് വിനീതമായിട്ട് പറയാനുള്ളത്. ലോഹക്കൂട്ടി നിർമ്മിക്കുന്ന ഇതിൻ്റെ ഒരു ഭാഗം ഉരച്ച് മിനുക്കിയെടുത്താണ് ഇതിന് ഈ കാണുന്ന ദർപ്പണ സ്വഭാവം വരുത്തുന്നത്. ആറന്മുളയിലെത്തുമ്പോൾ ഇവിടുത്തെ പ്രസിദ്ധമായ ഉത്രട്ടാതി വള്ളംകളിയും അതിലെ പള്ളിയോടങ്ങളും കാണാതെ തിരിച്ചു പോകാനാവില്ല. പക്ഷെ ഞാൻ ഉത്രട്ടാതിയിലല്ല ഇവിടെ എത്തിയത്, അതുകൊണ്ട് തന്നെ വള്ളംകളി കാണാനായില്ല. എന്നാലും വള്ളംകളിയിൽ പങ്കെടുക്കുന്ന പള്ളിയോടങ്ങൾ കാണാതെ തിരിച്ചു പോകാനായില്ല. 100 മുതൽ 110 വരെ ആൾക്കാർ കയറുന്ന പള്ളിയോടത്തിൽ 4 പേർ അമരക്കാരും 4 നിലയാളുകളും ബാക്കി തുഴക്കാരുമായിരിക്കും. ഇതിൽ 4 അമരക്കാർ 4 വേദങ്ങളെയും, കൂമ്പിൽ ഇരിക്കുന്ന 8 തുഴക്കാർ അഷ്ടദിക്പാലകരെയും, അമരത്തിന്റെ ഇരുഭാഗത്തുമുള്ള 2 വെങ്കലക്കുമിളകൾ സൂര്യനെയും ചന്ദ്രനെയും പ്രതിനിധീകരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. എൻ്റെ ആറന്മുളയിലെ ആതിഥേയനായ പ്രേംകുമാറിന്റെ തന്നെ കരക്കാരുടെ പള്ളിയോടമാണ് കോയിപ്രം. പല മത്സരങ്ങളിലും 1ാം സ്ഥാനം കരസ്ഥമാക്കിയ പള്ളിയോടം. പള്ളിയോടം കണ്ടപ്പോൾ ഇതിന്റെ നിർമ്മാണം കൂടി ഒന്ന് കാണണമെന്ന് തോന്നി. അങ്ങനെയാണ് പള്ളിയോടം നിർമ്മിക്കുന്ന മാലിപ്പുരയിലെത്തിയത്. അവിടെ എത്തിയപ്പോൾ കണ്ടത് UK-യിൽ നിന്നും അവധിക്കെത്തിയ ആറന്മുളക്കാരൻ തന്നെയായ സന്ദീപിനെയാണ്. ജനിച്ച നാൾ മുതൽ നമ്മുടെ ആറന്മുള വള്ളംകളിയും പമ്പ നദിയും അതിന് നീന്തി വളർന്നു വന്ന വ്യക്തിയാണ്. ആറന്മുളക്കാർക്ക് വള്ളംകളി എന്ന് പറയുന്നത് അവരുടെ രക്തത്തിലുള്ള ഒരു ആവേശമാണ്. നമുക്ക് അത് ഏത് നാട്ടിൽ പോയിട്ട് ഇരുന്നാലും, ഞാനിപ്പോൾ UK-യിലാണുള്ളത്, ഏത് നാട്ടിലാണെന്നുണ്ടെങ്കിലും നമുക്ക് ആറന്മുള വള്ളംകളി എന്ന് പറഞ്ഞാൽ ഏകദേശം 1 മാസത്തോളം അല്ലെങ്കിൽ 2 മാസത്തോളം എല്ലാ ദിവസവും അതിൻ്റെ അലയൊലികളിൽ മനസ്സുമായിട്ട് ഓടി നടക്കുന്ന വ്യക്തികളാണ് ആറന്മുളയുള്ള ഓരോ മൺതരിയും. ആഞ്ഞിലി മരത്തിലാണ് പള്ളിയോടം നിർമ്മിക്കുന്നത്. വള്ളംപണിക്ക് വേണ്ട പ്രത്യേകതരം ആണികൾ നിർമ്മിക്കുന്നതും ഇവിടെയാണ്. തറകൾ എന്നാണ് ഈ ആണികൾ അറിയപ്പെടുന്നത്. ഓരോ പള്ളിയോടത്തിൻ്റെയും നിർമ്മാണം ഏറെ ചെലവേറിയതാണ്.
ഏറെ സൂക്ഷ്മതയും വൈദഗ്ധ്യവും ആവശ്യമുള്ളതാണ് ഇതിന്റെ നിർമ്മാണം. ഇക്കാര്യത്തിൽ ഒരു വിദഗ്ധനാണ് ഇവിടുത്തെ മൂത്താശാരിയായ ചന്ദന്തിരി വേണുവാചാരി. ഉത്രട്ടാതി വള്ളംകളി എന്ന് പറയുന്നത് പള്ളിയോടങ്ങൾ മാത്രം പങ്കെടുക്കുന്ന ഇതാണ്. പള്ളിയോടത്തിൻ്റെ പടിഞ്ഞാറും വള്ളങ്ങളും ചുണ്ടും, അതായത് മത്സരത്തിന് ഉപയോഗിക്കുന്ന വള്ളങ്ങൾ ഇതുമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. ഈ മത്സരത്തിന് ഉപയോഗിക്കുന്ന വള്ളങ്ങളുടെ വണ്ണം കുറവായിരിക്കും, നീളം കൂടുതലുമായിരിക്കും. അതിപ്പം പിന്നെ ഇവിടെ 2 രീതിയിലുള്ള വള്ളങ്ങളാണ്. എ ബാച്ചിൽപ്പെട്ട വള്ളങ്ങളുണ്ട്, ബി ബാച്ചിൽപ്പെട്ട വള്ളങ്ങളുണ്ട്. എ ബാച്ചിലെ വള്ളങ്ങളെന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം ഏറ്റവും വലിയ വള്ളം എന്ന് പറയുന്നത് 47.5 കൂല നീളവും 68 അങ്ങലം ഉടമയെന്ന് ഉദ്ദേശിക്കുന്ന വള്ളത്തിൻ്റെ വണ്ണം. അത്രയും 18 അടി അമരപ്പൊക്കം, 6 അടി ചുണ്ടുപൊക്കം, ഇതൊക്കെയുള്ള വള്ളങ്ങളാണ് എ ബാച്ചിൽപ്പെട്ട വള്ളം. ബി ബാച്ചിലേക്ക് വരുമ്പോഴത്തേക്ക് അത് 41 കോല് വള്ളവും 41 കോല് നീളവും 60 അങ്ങലം ഉടമയുള്ള 12 അടി അമരപ്പൊക്കം മാത്രമുള്ള വള്ളങ്ങളാണ് ബി ബാച്ചിലുള്ളത്. ഈ പള്ളിയോടങ്ങൾ ആറന്മുളയുടെ അഭിമാനമാണ്. ആറന്മുളയുടെ ആത്മാവിന്റെ തന്നെ ഭാഗമായി മാറിയ വിശുദ്ധിയുടെ ഓടം. വള്ളപ്പാട്ടിൽ കേരള സർക്കാരിന്റെ ഫെലോഷിപ്പ് കിട്ടിയ ശ്രീഹരിയുടെയും സന്ദീപിന്റെയും വഞ്ചിപ്പാട്ട് കൂടി കേട്ടാണ് അവിടെ നിന്നും മടങ്ങിയത്. നമ്മൾ കോമൺലി പാടുന്നൊരു പാട്ട്. അർജുന സാരഥിയായി അർജുന സാരഥിയായി അർജുന സാരഥിയായി വിശ്വനാഥനതു നേരം അർജുന സാരഥിയായി വിശ്വനാഥനതു നേരം അർജുന സാരഥിയായി വിശ്വനാഥനതു നേരം തകത തികിതകതോ തകധീയ തിത്തോ തിത്തോ തികിതോ. ആറന്മുളയ്ക്ക് ഇനിയും ഒരുപാട് കഥകൾ പറയാനുണ്ട്. അത് മറ്റൊരിക്കലേക്ക് മാറ്റിവെച്ച് ഞാൻ പ്രേമിനോടും അദ്ദേഹത്തിന്റെ സ്നേഹനിധിയായ ബന്ധു രാധാകൃഷ്ണൻ ചേട്ടൻ, സുഹൃത്ത് അശോകൻ ഇവരോടെല്ലാം യാത്ര പറഞ്ഞ് കോഴിക്കോട്ടേക്ക് മടങ്ങുകയാണ്. വീണ്ടും വരാമെന്നും ഇവിടുത്തെ വള്ളംകളി കാണാമെന്നുമുള്ള പ്രതീക്ഷയിൽ ഈ മനോഹര തീരത്ത് ഒരിക്കലല്ല പലതവണ വരണമെന്ന മോഹത്തോടെ